രാജ്യത്തെ ആകമാനമുള്ള കണക്കുകൾ നമ്മൾക്കെടുക്കാം. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കണക്കുകളും പരിശോധിക്കാം. 2023-24 കണക്കനുസരിച്ച് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വരെയുള്ള സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 11.29 കോടിയാണ്. ഒന്നോർത്തു നോക്കൂ, 11.29 കോടി ആളുകൾ ചികിത്സ തേടി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ, ഏറ്റവും താഴെ തട്ടിലുള്ള ആശുപത്രി മുതൽ ഉയർന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളിൽ വരെ ചികിത്സ തേടിയെത്തിയവരുടെ എണ്ണം 11.29 കോടിയാണ്. അവിടെ ഇപ്പോൾ മലയാള മനോരമ പറയുന്നതനുസരിച്ച് 47 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, 11.29 കോടി ആളുകൾ ചികിത്സ തേടിയെത്തുമ്പോൾ 47 പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ 37 എണ്ണത്തിലും അതിന് ഉത്തരവാദികളായ ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം ഏഷ്യാനെറ്റ് ചോദിക്കുന്നത്, റിപ്പോർട്ട് തേടുകയാണ് ആരോഗ്യമന്ത്രി എന്നതാണ്. ആരോഗ്യമന്ത്രി പിന്നെ റിപ്പോർട്ട് തേടാതെ ഇങ്ങനെ ഒരു വിവരം അറിയുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് അവരെ വെടിവെച്ചു കൊല്ലാൻ കഴിയില്ലല്ലോ. റിപ്പോർട്ട് തേടി അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുക എന്നതാണല്ലോ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് തേടുന്നതിനെ പോലും പരിഹസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചോദ്യം അങ്ങനെ നിൽക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച് ഉയർന്ന പരാതികൾ 47 എണ്ണം. അതിൽ 26 എണ്ണം മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായും അവ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും ആ പരാതികൾ ഉയർന്നപ്പോൾ തന്നെ ആ വിഷയത്തിൽ റിപ്പോർട്ടുകൾ തേടി, റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലും നമ്മൾ കണ്ടതാണ്, റിപ്പോർട്ട് തേടുകയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസടക്കമുള്ള നടപടികളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ ഈ മെഡിക്കൽ സംവിധാനത്തിന്റെ അവസാന വാക്കുകളിലൊന്നായ ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ആ ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണക്ക് പ്രകാരം രാജ്യവ്യാപകമായി നോക്കുക, രാജ്യത്താകമാനമാണ് പൊതു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച് പ്രതിവർഷം 52 ലക്ഷം പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് കണക്ക്. ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രകാരം രാജ്യത്താകമാനം ചികിത്സാ പിഴവ് സംബന്ധിച്ച് പ്രതിവർഷം 52 ലക്ഷം പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചികിത്സാ പിഴവ് മൂലം ഒരു വർഷം 98,000 മരണവും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുവെന്നാണ് മെഡിക്കൽ ജേണൽ പറയുന്നത്. ഇതിൽ മഹാഭൂരിപക്ഷവും ശസ്ത്രക്രിയാ പിഴവുകൾ മൂലമുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ നെഗ്ലിജൻസിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നത് പഞ്ചാബിലാണ്. 24% അവരുടെ ശരാശരി എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ 17%, മഹാരാഷ്ട്ര 16%, തമിഴ്നാട് 11% എന്നിവയാണ് ചികിത്സാ പിഴവ് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിന്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ചികിത്സാ പിഴവിനെ കുറിച്ച് ഉയർന്ന പരാതി എന്ന് പറയുന്നത് കേവലം 5% മാത്രമാണ്. നിങ്ങൾ നോക്കുക, 5% മാത്രമാണ് ചികിത്സാ പിഴവിനെ കുറിച്ച് ഉയർന്നു വരുന്ന പരാതി എന്ന് പറയുന്നത്. ആ 5%-ൽ 92.64% സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ആകെ പരാതി എന്ന് പറയുന്നത് 5%. ആ 5%-ൽ 92.64% സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ആശുപത്രികളെ കുറിച്ച് ഉയർന്നത് കേവലം 7.36% മാത്രമാണ്. പക്ഷേ മാധ്യമങ്ങളിലൂടെ വാർത്തയായി എത്തുന്നത്, മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അപൂർവമായി സംഭവിക്കുന്ന പാളിച്ചകളെ കുറിച്ച് മാത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്തെ പ്രൈവറ്റ് ആശുപത്രി ഗ്രൂപ്പുകളെ രാജ്യത്തെയും ലോകത്തെയും വൻകിട കോർപ്പറേറ്റുകൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രി ഗ്രൂപ്പുകളിൽ വൻകിട കോർപ്പറേറ്റുകൾ നിക്ഷേപം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് സർക്കാർ ആശുപത്രികളെ താറടിച്ച് കാണിക്കുന്നതിന്റെ പുറകിലെ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് വ്യക്തമാകുന്നത്. നമ്മൾ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഈ ഒരു വലിയ നേട്ടത്തെ ഇങ്ങനെ താറടിച്ച് കാണിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? നമുക്ക് കണ്ണടച്ചുത്തരം പറയാം, അതിന് ഗുണം ലഭിക്കുന്നത് അത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. സർവത്ര കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതാർക്ക് വേണ്ടിയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, അത് സ്വകാര്യ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ്, സ്വകാര്യ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു പിഴവ് സംഭവിക്കുന്നു. അതിന്റെ പേരിൽ ഈ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളും മോശമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ഓർത്തു നോക്കൂ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടത്തിയ കാലം കൂടിയാണ്. അത് ഓർമ്മ വേണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. അങ്ങനെ ഏറ്റവും മികവുറ്റ ഇടപെടൽ സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ്. ആർദ്രം മിഷൻ വഴി ഏകദേശം 10,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പോയ കാലത്ത് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടന്നിരിക്കുന്നത്. ഇത് കണക്കുകൾ പറയുന്നതാണ്, ചുമ്മാ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതല്ല, കണക്കുകൾ പറയുന്നതാണ്. അപ്പോൾ ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെ തകർക്കാൻ
ചിലർ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, അത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആത്യന്തികമായി നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് മാത്രമായിരിക്കും. വീണ്ടും പഴയതുപോലെ, നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ 2011-16 കാലഘട്ടം, അന്ന് ഒരു സർക്കാർ ആശുപത്രികളിൽ പോകാൻ മടിക്കുമായിരുന്നു ഈ നാട്ടിലെ മനുഷ്യർ. കാരണം എത്തിയാൽ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആവശ്യത്തിന് ഉപകരണങ്ങളില്ല, എന്തിന് പാരസെറ്റാമോൾ പോലും കിട്ടാനില്ലാത്തൊരു കാലം ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. 2011-2016 ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് വീണ്ടും ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികളെ കൊണ്ടുപോകണം എന്നതാണോ ഇവരുടെ ഉദ്ദേശം? അത് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന പിഴവുകളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, അതിനെ വെള്ളപൂശുകയുമില്ല. ശക്തമായ നടപടി ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇപ്പോൾ 11.29 കോടി ആളുകൾ ചികിത്സ തേടിയെത്തിയപ്പോൾ 47 പരാതികളുണ്ട് എന്ന് പറയുന്നു. ആ 47 പരാതികളും ഉണ്ടാകാതിരിക്കണം എന്നത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സമഗ്രമായി കണക്കുകൾ സഹിതം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വച്ചത്.